എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കെട്ടിട നിർമ്മാണ മേഖലയിൽ ഇന്ന് നമ്മുടെ ഓരോ ജില്ലയിലും നടന്നുകൊണ്ടിരിക്കുന്ന കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ വിരോധാഭാസമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന് ആ വീടിന്റെ റേറ്റ് നമ്മൾ നിശ്ചയിക്കപ്പെടണമെങ്കിൽ ആ വർക്ക് നമ്മൾ ഏതെല്ലാം സാധനങ്ങൾ കൊണ്ട്, ബ്രാൻഡഡ് സാധനങ്ങൾ കൊണ്ട് ചെയ്യണം എന്നുള്ളത് മുൻകൂട്ടി നമ്മൾ രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെ നമുക്ക് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു റേറ്റ് നിശ്ചയിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. കാരണം ഇവിടെ ഒരു വീടിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് ആദ്യം ഒരു പ്ലാൻ തയ്യാറാക്കും. പ്ലാൻ തയ്യാറാക്കിയിട്ട് ഇത് എല്ലാ കോൺട്രാക്ടർമാരുടെ കയ്യിലും എഞ്ചിനീയർമാരുടെ കയ്യിലും ഒക്കെ കൊടുത്തിട്ട് ഇതിനൊരു റേറ്റ് പറയിപ്പിക്കലാണ്. അപ്പൊ ഈ റേറ്റ് പറയിപ്പിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ പണി എടുക്കുന്ന ക്ലയന്റിനോ ഈ വീട് എന്ത് മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. കോൺട്രാക്ടറുടെ കയ്യിൽ കിട്ടുമ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടെ കയ്യിൽ കിട്ടുന്നത് എങ്ങനെയാണോ അവരുടെ ചിന്താഗതിക്കനുസരിച്ച് അവർ ഓരോന്നിനും റേറ്റ് വ്യത്യസ്തമായ രീതിയിലും വ്യത്യസ്തമായ തലങ്ങളിലുമാണ് ഇതിന്റെ റേറ്റുകൾ അവർ പറയുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഒരു 1000 സ്ക്വയർ ഫീറ്റുള്ള വീട് തന്നെ 10 ആളുകൾ എടുത്ത് റേറ്റ് ചോദിക്കുമ്പോൾ 10 ഐറ്റത്തിലായിരിക്കും ഇതിന്റെ റേറ്റ് പലരും പറയപ്പെടുക. അതിന് കാരണം ഇതാണ്. അപ്പൊ നമ്മളൊരു റേറ്റ് നിശ്ചയിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റിയെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ അത് നമ്മൾ ഇന്ന ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡഡ് സാധനങ്ങൾ കൊണ്ട് ഈ വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ റേറ്റ് എത്ര എന്ന് ചോദിക്കപ്പെടണം. അതല്ലെങ്കിൽ റേറ്റ് നൽകുന്ന കരാറുകാര് ഞാൻ പറയുന്ന റേറ്റ് ഇന്ന രീതിയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യും എന്നതിനെ കുറിച്ച് പറയാൻ സാധിക്കണം. ഇത് രണ്ടും ചെയ്യുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടൊരു വീടിന്റെ വർക്ക് അതിന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പല കരാറുകാരെടുത്തും ഈ കൊട്ടേഷൻ അല്ലെങ്കിൽ ഈ പ്ലാൻ കിട്ടുന്ന സമയത്ത് അവരുടെ ഐഡിയക്ക് അനുസരിച്ച് അവർ റേറ്റ് പറയും. അവർക്ക് ഒത്തുപോകുന്ന രീതിയിൽ അവർ പല മെറ്റീരിയലുകളും ഉപയോഗിച്ചുകൊണ്ട് ആ വീട് അല്ലെങ്കിൽ ആ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ച് നമുക്ക് തന്നെ ചാവി തരും. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പല കോൺട്രാക്ടർമാരും മോശക്കാരാവാറുണ്ട്. പാർട്ടികളുടെ ഇടയിൽ അയാൾ റേറ്റ് കൂടുതലുള്ള ആളാണ്, ഇദ്ദേഹം റേറ്റ് കുറഞ്ഞ ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ റേറ്റ് കൂടുതലായിട്ട് എടുക്കുന്ന ആൾക്കും ബെനിഫിറ്റ് ഒരേ സംഖ്യ ആയിരിക്കും. അതുപോലെ തന്നെ റേറ്റ് കുറച്ച് പറയുന്ന ആൾക്കും ബെനിഫിറ്റ് ഒരേപോലെ ആയിരിക്കും. ഇവിടെ കമ്പയർ ചെയ്യേണ്ടത് നമ്മളല്ല, കരാറുകാരല്ല. സത്യത്തിൽ ഇത് ക്ലയന്റ്, അതായത് ഒരു കെട്ടിട നിർമ്മാതാവാണ് എന്റെ വീടിന്റെ പണി ഇന്ന മരം ഉപയോഗിച്ച് ചെയ്യണം, ഇന്ന കമ്പനിയുടെ കമ്പി ഉപയോഗിച്ച് ചെയ്യണം, ഇന്ന കമ്പനിയുടെ സിമന്റ് ഉപയോഗിച്ച് ചെയ്യണം, ടൈൽസ് നമുക്ക് നിലത്ത് വിരിക്കുന്ന ഫ്ലോറിംഗ് ടൈല് ഏകദേശം ഒരു ഇത്ര രൂപ ബഡ്ജറ്റിൽ ഉള്ള ടൈൽസ് വിരിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് സിറ്റ് ഔട്ടില് ഗ്രാനൈറ്റ് വിരിച്ചിരിക്കണം, കിച്ചണില് ഗ്രാനൈറ്റ് വിരിച്ചിരിക്കണം, അവിടെ കബോർഡുകൾ ഇന്ന രീതിയിൽ നമുക്ക് ഇന്ന കമ്പനിയുടെ സാധനം ഉപയോഗിച്ച് ചെയ്യണം എന്ന് ഒരു എഴുതി തയ്യാറാക്കിയിട്ടുള്ള അതിന്റെ ബ്രാൻഡഡ് ഉണ്ട്. അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ വർക്കിന് ആരെ കയ്യിൽ നിങ്ങൾ കൊടുത്താലും ഒരേ റേറ്റ് ആയിരിക്കും എല്ലാവർക്കും പറയാൻ സാധിക്കുക. ഉദാഹരണത്തിന് നമുക്കറിയാം, നമുക്ക് ഇന്ന് നമ്മൾ ഇലക്ട്രിക് ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഹാങ്കറിന്റെ സ്വിച്ച് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 80 രൂപ വരെയുള്ള സ്വിച്ച് ഉണ്ട്. പക്ഷെ അതേ സ്വിച്ച് തന്നെ ഹാങ്കറിന് എഴുതിയതിന് ശേഷം അത് 20 രൂപയ്ക്ക് വാങ്ങാൻ കിട്ടുന്നതുണ്ട്. അതുപോലെ നമുക്കൊരു ക്ലോസറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ യൂറോപ്യൻ ക്ലോസറ്റ് ആയിക്കോട്ടെ, സാധാ ക്ലോസറ്റ് ആയിക്കോട്ടെ, അതിനൊക്കെ 350 രൂപ മുതൽക്ക് അവിടുന്ന് അങ്ങോട്ട് 15,000 രൂപ വരെയുള്ള ക്ലോസറ്റ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ കമ്പനിയുടെ വിലക്കനുസരിച്ചിട്ടാണ് ഇതിന്റെയൊക്കെ റേറ്റ് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇത് നമ്മൾ പലപ്പോഴും ഒരാളും ഒരു കരാറുകാരനും ചെയ്യുന്നില്ല എന്നുള്ളത് വലിയ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണ്. എന്നിട്ട് നമ്മൾ വളരെ റേറ്റ് കുറച്ച് കൊടുത്ത ഒരു കരാറുകാരനായിട്ട് ആ പണി തീരുന്ന സമയത്ത് നമ്മൾ അതിനായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ശണ്ട പിടിച്ച് അവസാനം അത് ഒരു മധ്യസ്ഥതയിലേക്ക് വന്ന് പിന്നെ കുറച്ചും കൂടി പൈസ നമുക്ക് ഒത്തൊരുമിച്ച് പോയി അങ്ങനെ പണ്ടാരടങ്ങാൻ എന്ന് പറഞ്ഞ് പ്രാഗി പറഞ്ഞിട്ടാണ് ഒരു കരാറുകാരൻ ആ വർക്ക് ഫിനിഷ് ചെയ്ത് പുറത്തു പോകുന്നത്.
ഈ ഒരു അവസ്ഥ നമ്മൾ താമസിക്കുന്ന ഒരു വീടിന് ഒരിക്കലും ഉണ്ടാകാൻ സാധ്യത ഒരിക്കലും പാടില്ല. നമ്മൾ താമസിക്കാൻ ഉണ്ടാക്കുന്ന നമ്മുടെ സ്വപ്ന സൗധമാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. ആ നിർമ്മാണത്തിന് ഒരു കാരണവശാലും ഈ രീതിയിൽ സംഭവിക്കരുത്. അതുകൊണ്ട്